അപ്പോൾ ഇന്നത്തെ മക്കളെ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു കഫേയിലേക്കാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ തന്നെ ഒരു നല്ലൊരു കഫേ വന്നിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചറായ വെൽക്കം നമ്മൾ മറക്കരുതല്ലോ. അപ്പോൾ ഹലോ, അസ്സലാമു അലൈക്കും, അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനിയിപ്പോൾ ഇത് മറന്നിട്ട് നമ്മളെ ചാനൽ മാറിപ്പോയി എന്നൊന്നും വിചാരിക്കണ്ടല്ലോ. അപ്പം നമ്മൾ വെൽക്കം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത്. ബൈക്ക് ഇങ്ങനെ ആടി ആടി കളിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമ്മളെ യാത്ര അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. കുറച്ചൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളൂ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് പോകും. ഓക്കെ, നമ്മളെ കാര്യം നമ്മൾ തന്നെ നേടിയെടുക്കണമെങ്കിൽ ഇങ്ങനത്തെ വിക്രസുകളൊക്കെ ഒപ്പിച്ചേ പറ്റും കേട്ടോ. അപ്പോൾ അത് അനിയത്തിൻ്റെ കൂടെ മോനുൻ്റെ കൂടെ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുള്ളത് നമ്മളെ കാക്കേരി ആ ഒരു കഫേൻ്റെ അടുത്ത് തന്നെ ആയിട്ട് നമുക്കൊരു പാലമുണ്ട് കേട്ടോ. കാക്കേരി പാലം പോയതിൻ്റെ മുകളിലൂടെ നല്ല അടിപൊളിയൊരു പാലം പോകുന്നുണ്ട്. അതിൻ്റെ താഴത്തുള്ള വ്യൂ ആണെങ്കിലും സൂപ്പർബാണ്. അപ്പം നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ചായ കുടിക്കാനോ കോഫി കുടിക്കാനൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഈ ഒരു കഫേയിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം ഈ ഒരു പാലം കേട്ടോ. അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോവാം. വീഡിയോ റീല് ഒക്കെ ഞങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാൻ ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാലത്തിലോട്ടാണ്. കാരണം നമ്മൾ അത്യാവശ്യം നേരം വൈകിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഈവനിങ് ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോസും കാര്യസും റീലൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് വന്നാൽ, ഒരു വൈകുന്നേരം സമയത്ത് വന്നാൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. അപ്പം ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കേട്ടോ. പിന്നെ അതാകണം അനിയത്തിന് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. അവളെ ഞാൻ വെച്ചിട്ട് പല രീതിക്കുള്ള വീഡിയോസും റീലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ എഡിറ്റ് ചെയ്തില്ല കേട്ടോ. കുറേയൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. എഡിറ്റ് ചെയ്തതുണ്ട്, ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതാക്കണം ഞങ്ങൾ നേരെ കഫേയിലോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പുഴ തന്നെയാണ് കേട്ടോ. പുഴൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ ഒരു കഫേ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. അവിടുന്ന് കാണാനായിട്ട് നമുക്ക് ഈ ആസ്വദിച്ച് ഫുഡ് കഴിക്കാന്ന് പറയില്ലേ, ആസ്വദിച്ച് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ. സംഭവം ഇരിക്കാനായിട്ടും അവർ ഓരോ ചെയറുകളായിട്ടാണെങ്കിലും ഒക്കെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളിയാണ്. അമേസിങ്, പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ സെറ്റിങ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോൾ പകലെടുത്തതുണ്ട് വീഡിയോ, നൈറ്റ് എടുത്തതുണ്ട് വീഡിയോ, അങ്ങനെ സെപ്പറേറ്റ് അങ്ങനെയൊക്കെ ആയിട്ടാണ് എടുത്തത്. അത് അങ്ങനെയൊക്കെ വന്നതാണ്. പിന്നെ 2-3 തവണ പോയിട്ടുള്ള ഒരു വ്യൂ കൂടിയാണ് ഞങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വീഡിയോ എപ്പോഴെങ്കിലുമൊക്കെ എടുത്തതായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം എത്രയോ തവണ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. ഇത് പകലുള്ള വ്യൂ ആണ് കേട്ടോ. നൈറ്റുള്ള വ്യൂ നിങ്ങൾ കണ്ടില്ലേ, പകലാണിത്. അടിപൊളി പകലാണിതെന്ന് പറയണമില്ലല്ലോ, പക്ഷേങ്കിൽ പറഞ്ഞതാണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ. മക്കളൊക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് പാസ്ത, ബർഗർ. ഇവിടുത്തെ ബർഗർ അടിപൊളിയാണ് കേട്ടോ. ഫ്രൈ ചെയ്ത ചിക്കനാണ് ഉള്ളിൽ വരുന്നത്. സിംഗർ എന്ന് പറഞ്ഞ ഒരു ബർഗറാണ് കേട്ടോ. അതെന്തായാലും മസ്റ്റായിട്ട് പിന്നെ കഴിച്ചു നോക്കുക. പിന്നെ അവിടുത്തെ പാസ്തയും കഴിച്ചു നോക്കണം കേട്ടോ. പാസ്ത അടിപൊളിയാണ്. മൊച്ചിറ്റോ അങ്ങനെ. പിന്നെ ഇവിടെ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ട്. പിന്നെ നോർമൽ ഷവർമ ഉണ്ട്. സദാ നമ്മളിങ്ങനെ എടുത്ത് ഗ്രില്ലുമ്മൽ വെച്ചിട്ട് അങ്ങനെ ആക്കുന്ന ഷവർമ അല്ല, നോർമൽ ഷവർമ നമ്മളിങ്ങനെ ഇടിച്ചിട്ടുണ്ടാക്കുന്ന ഷവർമല്ലേ, ആ ഒരു ഷവർമ ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. മിനി ബർഗർ ഉണ്ട്, ചെറുത് വലുത്, അങ്ങനെ എല്ലാ ഐറ്റംസ് ഉണ്ട്. നല്ല അടിപൊളി കോഫി, ചായ ഒക്കെ ഇവിടെ കിട്ടും കേട്ടോ. അപ്പം ഈ ലൊക്കേഷൻ വരുന്നത് പിലാശ്ശേരിയാണ് കേട്ടോ. പിലാശ്ശേരി കാക്കേരിയാണ് കേട്ടോ. കുന്നമംഗലം റോഡിൽ ഈ ഒരു പിലാശ്ശേരി കാക്കേരി ആണ് ഈ ഒരു സംഭവം വരുന്നത്. പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു കഫേ വരുന്നത്. അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ ബർഗറാണ് അടിപൊളി, അമേസിങ് ടേസ്റ്റുള്ളൊരു ഇതാണ് കേട്ടോ. എനിക്ക് ഗൾഫിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു ഫീലൊക്കെ തോന്നും കേട്ടോ. ആ ഒരു ബർഗർ കഴിക്കുമ്പോൾ ജസ്റ്റ് 90 രൂപയാണ് കേട്ടോ ആ ഒരു ബർഗറിന് ഇവിടെ പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ശരി, ആ പ്രൈസിനൊക്കെ വേർത്തായിട്ടുള്ള ഒരു ബർഗറാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലായിട്ടാണ് വന്നിട്ടുണ്ടാവുക ആ ഒരു ബർഗർ. സൂപ്പറാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ടൈം പോയതാണ് ഈ അടുത്തത്. നമ്മൾ പാലത്തമ്മലൊക്കെ വന്നെന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇതാണ് കേട്ടോ.
അന്ന് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്ന 3 കോഫിയാണ്. മോനക്ക് എനിക്ക് അനിയത്തിക്കായിട്ട് 3 കോഫി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ചിക്കൻ പോപ്കോണിൻ്റെ ഒരു ഇതാണ് കേട്ടോ, റോള് പോലായിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം. അതിൻ്റെ കറക്റ്റ് നെയിം എന്നോട് മറന്നു. അതാണ് കേട്ടോ, ചിക്കൻ പോപ്കോൺ അങ്ങനെ എന്തോ നാണ് ചിക്കൻ എന്തോ ആക്കിയത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു നെഗറ്റ്സ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിന് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. 90 രൂപ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേങ്കിൽ മക്കൾക്കൊക്കെ നല്ല നെഗറ്റ്സൊക്കെ കഴിക്കുന്ന മക്കൾക്ക് നല്ല അടിപൊളിയാണ്. ചിക്കനാണ് ഫില്ലിങ്ങൊക്കെ വരുന്നതെന്ന് തോന്നുന്നു, ഫുള്ളായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു സോസും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. മോന് പറഞ്ഞില്ലേ അമേസിങ് സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. അവനക്ക് ഫോണ് കിട്ടണം, ഫോണിങ്ങനെ കളിക്കുക കേട്ടോ. അപ്പം എനിക്ക് എല്ലാം ഇഷ്ടമായി. അവന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവന് ഇഷ്ടമായെന്ന് പറയും അവന് കഴിക്കുള്ളൂ. മാക്സിമം അവന് ഒരു സാധനം അവന് ഇഷ്ടമല്ല, ചിക്കൻ്റെ ഒരു സാധനം അവന് കഴിക്കില്ല. പക്ഷേ ഇങ്ങനെ ഓന് ഇത് നല്ല ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടോ. അത് അനിയത്തിയും സൂപ്പറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സംഭവം. ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനും കഴിച്ച് നോക്കട്ടെ. കഴിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണേ. അതൊന്ന് പിന്നെ കറക്റ്റ് നെയിം എന്നോട് മറന്നുപോയി. അതാണ് ചിക്കൻ്റെ പോപ്കോണാണോ ചിക്കൻ വേറെന്താ കറക്റ്റ് എനിക്ക് മറന്നുപോയി. അത് പണി പാളിയതാണ്, ഓർത്ത് വെക്കാൻ മറന്നു. പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് കുറേ കഴിഞ്ഞിട്ടായിട്ടോ അതൊന്ന് എഡിറ്റ് ചെയ്ത് വിടുക. കാരണം ലൈറ്റ് ആവും ബേബിയുള്ളതുകൊണ്ട് നമുക്ക് അതിനുള്ളൊരു സമയമോ സന്ദർഭമോ ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ കഴിച്ച്. പിന്നെ ഞങ്ങളൊരു ബർഗറും ഒരു ഷവർമയായിട്ടോ ഇവിടുന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പക്ക് കൊണ്ടുപോകാനായിരുന്നു ഷവർമ, ഉപ്പക്ക് വേണ്ടി മേടിച്ചതായിരുന്നു. ബർഗർ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുകയാണ് ചെയ്തത്. ബർഗർ കഴിച്ച് ഞങ്ങൾ ശരിക്കും അതന്നെ കഴിച്ച് ഞങ്ങൾ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബർഗർ കടയിലെ സൂപ്പറാണ് കേട്ടോ. ഈ ഒരു ബർഗർ എന്തായാലും ഇവിടെ വന്നിട്ട് കഴിച്ചു നോക്കുക. 90 രൂപ ഉള്ളത് സൂപ്പറാണ് കേട്ടോ. പിന്നെ പറയാനായിട്ടുള്ളത് പാസ്ത ആണ്. പാസ്ത അടിപൊളിയാണ് കേട്ടോ. പാസ്ത എന്തായാലും വൈറ്റ് പാസ്ത ആയിട്ടോ ഞങ്ങൾ മേടിച്ചത്. വൈറ്റ് സോസുള്ള അതും അടിപൊളി, അതൊന്നും മസ്റ്റായിട്ട് കഴിച്ചു നോക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാളിറ്റി അല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 150 രൂപയാണ് കേട്ടോ ഈ ഒരു പാസ്തക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നൈറ്റ് ആകുമ്പോൾ നല്ല ആൾക്കാരൊക്കെ വരും കേട്ടോ. നല്ല കപ്പിൾസും അതുപോലെ ചെക്കന്മാരായിട്ടാണെങ്കിലും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ. നല്ലൊരു ആംബിയൻസ് അല്ല ഇവിടെ, ഫുള്ള് ഇരുന്ന് വൈബാക്കി കഴിച്ച് അങ്ങ് പോകാനായിട്ട് നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഷവർമ ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ കാത്തുക്കാട്ടോ. ആ ഒരു കാത്തുക്കുന്ന സമയത്ത് മക്കളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നല്ല കറക്റ്റ് ആക്കിയിട്ടുള്ള ഞാനൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതാണ്. കറക്റ്റ് അതിന് കയറി പോകുന്നതും ഒക്കെ തന്നെയുള്ള നല്ലൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.